ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ കാസർഗോഡാണ് നമുക്ക് പോവേണ്ടത്. അപ്പോൾ അച്ഛൻ്റെ ഒന്നിച്ച് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വേറെ റൂട്ട് തന്നെയാണ്. വീട്ടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പല്ല, വേറൊരു ബസ് സ്റ്റോപ്പിലാണുള്ളത്. അപ്പോൾ ബസ് വന്ന് ബസ്സിൽ കയറിയിട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ കിയാര അച്ഛൻ്റെ കയ്യിലായിരുന്നു, ബാക്ക് സൈഡിൽ, ഞാൻ ഫ്രണ്ടിലും ആയിരുന്നു. ആൾ നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു, സൗണ്ടൊന്നും കേൾക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല. ഈ വഴി ബസ്സിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ബസ്സിൽ അങ്ങനെ കുറച്ച് ആൾക്കാരേ ഉണ്ടാവാറുള്ളൂ, അതുകൊണ്ട് കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ബസ് ഇറങ്ങിയിട്ട് നേരെ ജ്വല്ലറിയിൽ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ സ്വർണം കൂടുതലായിട്ടും എടുക്കുന്നത് ബിന്ദു ജ്വല്ലറിയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ജ്വല്ലറിയിലെത്തി. അപ്പോൾ അച്ഛൻ നമ്മളെ ഇവിടെ വിട്ടിട്ട് പോയതായിരുന്നു. പിന്നെ അവിടേക്ക് ഏട്ടനും അമ്മയും പിന്നെ ഏട്ടൻ്റെ വൈഫും പിന്നെ അമ്മായിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനവർക്ക് താലിയായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മാല വാങ്ങുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ ഈ കരിമണി മാലയാണ് എല്ലാവരും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ കുറേ കാണുമ്പോൾ നമുക്ക് ഫുള്ള് കൺഫ്യൂഷനാണ്. അപ്പോൾ ഇവളിതാ എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു. അവസാനം ഒരു മാല സെലക്ട് ചെയ്തു, അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. ആ മാലയ്ക്കുള്ള താലി സെലക്ട് ചെയ്യുന്നുള്ളതാണ്. ഇവൾ ഭയങ്കര ചിൽ മൂഡിലായിരുന്നു. ആ ബലൂണിലൊക്കെ കളിച്ചുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു കുറേ സമയം. അപ്പോൾ ഞാൻ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കുന്നുള്ളതാണ്. പഴം കഴിക്കാറുണ്ട്, ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പഴം. ബാക്കിയൊക്കെ കൊടുക്കണമെങ്കിൽ കുറേ സമയം വേണ്ടി വരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ വേഗം കഴിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫോട്ടോസ് എടുക്കുന്നുള്ളതാണ്. അപ്പോൾ വലിയ ക്ലിയർ ഒന്നും ഉണ്ടായിരുന്നില്ല. റിങ് സെലക്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ രണ്ടുപേർക്കും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള റിങ് സെലക്ട് ചെയ്യുന്നുള്ളതാണ്. പിന്നെ അവൾക്ക് വേണ്ടിയിട്ടുള്ള നെക്ലേസ് നോക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ബാക്കിയൊക്കെ കൊള്ളായിരുന്നു, എന്നാലും ഇതൊരു സിമ്പിളായിട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് സെലക്ട് ചെയ്തു. പിന്നെ ഏട്ടനുള്ള ബ്രേസ്ലെറ്റ് സെലക്ട് ചെയ്യുന്നുള്ളതാണ്. പിന്നെ അവൾക്കുള്ള കമ്മൽ നോക്കുന്നുള്ളതാണ്. അപ്പോൾ കമ്മൽ കുറേ വലുതുമല്ല കുറേ ചെറുതുമല്ല, ഒരു മീഡിയം പോലത്തെ ഒരു കമ്മലായിരുന്നു വാങ്ങിയത്. അതിട്ട് കഴിഞ്ഞിട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. രണ്ടുപേരും കാര്യമായിട്ട് എന്തോ പറഞ്ഞിട്ട് ചിരിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവൾക്കൊരു റിങ് വാങ്ങിക്കൊടുത്തതായിരുന്നു കിയാരയ്ക്ക്. അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറേ വർഷമായി. അപ്പോൾ ജ്വല്ലറീൻ്റെ റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് അവിടെ ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഫീഡിങ് റൂമൊന്നും ആ ഭാഗം ഫുള്ള് അവർ മാറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ച് സമയം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ആൾ നല്ല ഉറക്കം വരുന്നതുകൊണ്ട് കേൾക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് അവിടുത്തെ സ്റ്റാഫ് എന്നെ ഇവിടെ ഒരു അടുത്ത് തന്നെയുള്ളൊരു ഡെൻറ്റൽ ക്ലിനിക്കിൻ്റെ ഫീഡിങ് റൂമിൽ കൊണ്ടുപോയിട്ടിട്ട് പോയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെയാണുള്ളത്. അപ്പോൾ ഫീഡ് ചെയ്തതിന് ശേഷം ആൾ നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മൾ താഴെ വീണ്ടും ജ്വല്ലറിക്ക് പോകുന്നുള്ളതാണ്. അപ്പോൾ അവരെല്ലാവരും അവിടെയാണുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ വന്നതായിരുന്നു. ഇപ്പോൾ സമയം 2:30 കഴിഞ്ഞു. അപ്പോൾ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ ആക്രാന്തത്തോടെ കഴിക്കുന്നുള്ളതാണ്. അവസാനം അവരൊക്കെ പാക്ക് ചെയ്യാൻ നിൽക്കുവാണ്. അപ്പോൾ ഇതിലൊരു ബ്രേസ്ലെറ്റും ഒരു വളയും, അത് എൻ്റെയും ഹസ്ബൻഡിൻ്റെയും വക, ഏട്ടനും അവൾക്കുള്ളൊരു ഗിഫ്റ്റാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഇവിടെ ഫുള്ള് പണി നടക്കുവാണ് ഷോപ്പിൻ്റേത്. അപ്പോൾ ഏപ്രിൽ 3-നാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നതായിരുന്നു. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ക്യാരറ്റും പിന്നെ പയറും പുഴുങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കുന്നുള്ളതാണ്. പിന്നെ നമ്മൾ ബിരിയാണി കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇവക്കുള്ള ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ഒരു ഷോപ്പിൽ. അപ്പോൾ ഇവക്ക് ഒരുമാതിരി ഏത് ഡ്രസ്സും പിടിക്കുന്നൊന്നുമില്ല. കാരണം അവൾ നല്ലോണം മെലിഞ്ഞതുകൊണ്ട് എന്തോ പോലെ. അവസാനം അവർ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 2 പേരും വേറെ എവിടെയോ പോയി. നമ്മൾ കുറച്ച് വേറെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഐസ്ക്രീം കഴിക്കുന്നുള്ളതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലുള്ളതാണ്.